വിപിൻ ദാസ് രചന നിർവഹിച്ച് ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത വാഴ ബയോപിക് ഓഫ് എ മില്യൺ ബോയ്സ് ഈ മലയാളം കമ്മിങ് ഓഫ് ഏജ് കോമഡി ഡ്രാമ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ. ഇവിടെ വിലയില്ലെന്ന് പറയുന്ന പല കാര്യത്തിനും വിലയുണ്ട്. ഈ പടത്തെക്കുറിച്ച് പറയാൻ പോയാൽ ഈ വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ അടുത്ത കാലത്ത് എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഒന്നും പറയാനില്ല, ബെസ്റ്റ് ഓഫ് ദ സീസൺ, കിടിലൻ പടം, അസാധ്യ സിനിമ. എങ്ങനെയാണ് ഇങ്ങനെ അന്യായമായിട്ട് ഇമോഷണലി കണക്റ്റ് ആയിട്ട് ഒരു പടം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതമായിട്ട് ഇത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. ഇപ്പോൾ ഒരുപാട് ലൈഫുള്ള ഒരു ചിത്രമാണിത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലയിടത്തും ചിലപ്പോൾ ഇമോഷണലായി പോയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ അതിൽ ബാക്ക് ബെഞ്ചേഴ്സ്, മിഡിൽ ബെഞ്ചേഴ്സ്, ഫ്രണ്ട് ബെഞ്ചേഴ്സ് എന്നൊക്കെ തരംതിരിച്ച് പറയാറില്ലേ? അതായത് പഠിപ്പിന്റെ ഏറ്റക്കുറച്ചിലുകളുടെയും അതുപോലെ സ്വഭാവ ഗുണങ്ങളും ഒക്കെ കൊണ്ട് അങ്ങനെ ഒരു തരംതിരിവ് ഉണ്ടാക്കി വെച്ചേക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ ബെഞ്ചിൽ പെട്ട അല്ലെങ്കിൽ എല്ലാ ബെഞ്ചിലും ഇരിക്കുന്ന കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണിത്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒന്നിനും കൊള്ളാത്ത ആൾ എന്ന നിലയിൽ മനുഷ്യരെ വാഴ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. തെങ്ങ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉപയോഗമുള്ള ഒരു സസ്യമാണ് വാഴ. അപ്പം വാഴയുടെ ഓരോ ഭാഗം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അടി തൊട്ട് മൂടി വരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സസ്യത്തിന്റെ പേര് നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയുക വാഴ ഏറ്റവും നല്ലതാണെന്ന്. ഈ സിനിമയും ചിരിയേറെ സമ്മാനിക്കുന്നതിനോടൊപ്പം തന്നെ വൈകാരികമായിട്ടുള്ള ഉള്ളുലയ്ക്കുന്ന രംഗങ്ങളും ശരിക്കും നമ്മുടെ കണ്ണ് നിറയ്ക്കും. ഇതെല്ലാം ഒരുപോലെ ഇഫക്റ്റീവ് ആകുന്നത് ആ തിരക്കഥയുടെ മികവ് കൊണ്ടാണ്, ഒപ്പം മേക്കിങ്ങിന്റെയും പെർഫോമൻസുകളുടെയും മികവ് കൊണ്ടുമാണ്. ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് സമാസമം ചേർന്നു എന്നുള്ളതാണ് വാഴയുടെ വിജയവും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാവരും നായകന്മാരാണെന്നും പറയാം. നൈസ് പെർഫോമൻസ് ബൈ എവ്രി വൺ. മെയിനായിട്ട് 5 വാഴകൾ പടത്തിലുണ്ട്. അജോ ആയിട്ട് വന്ന സിജു സണ്ണി, വിഷ്ണു ആയിട്ട് വന്ന അമിത് മോഹൻ രാജേശ്വരി, മൂസ ആയിട്ട് വന്ന ജോമോൻ ജ്യോതിർ, അബ്ദുൽ കലാം ആയിട്ട് വന്ന അനുരാജ് ഓബി, വിവേക് ആനന്ദ് ആയിട്ട് വന്ന അൻഷിദ്, ഒപ്പം സാഫ്വാനും. ഇതുകൂടാതെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഗ്രൂപ്പ് ഓഫ് വാഴകൾ, കുഞ്ഞു കുഞ്ഞു വാഴകൾ ഒക്കെ വേറെയുണ്ട്. അമിത് മോഹൻ രാജേശ്വരി, ആ പയ്യനെയാണ് അധികം വേറെ പടങ്ങളിലൊന്നും അധികം കണ്ട് പരിചയമില്ലാത്തത്. ഞാൻ കേട്ടു ബെൻ ജോൺസണിലോ മറ്റോ കലാഭവൻ മണി ചേട്ടന്റെ ചെറുപ്പകാലം ആ പയ്യനാണ് അവതരിപ്പിച്ചതെന്ന്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ തിരുത്തുക. പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന പുള്ളിയുടെ ഒരു സീന് അന്യായമാണ്. അതുപോലെ തന്നെ അച്ഛനോടൊപ്പം ബൈക്കിൽ പോകുന്ന രംഗവും. അമിതേ, മുത്താണ് നീ. ഇനി സിജു സണ്ണിയുടെ കഥാപാത്രം എന്നതാ ആ ഒരു ആശുപത്രിയുടെ മുമ്പിൽ വെച്ച് പറയുന്ന ആ ഒരു സീന്, ഒരു വശത്ത് നോക്കുമ്പോൾ നമുക്ക് സങ്കടവും തോന്നും, മറുവശത്ത് നോക്കുമ്പോൾ തമാശയും ഫീൽ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സീന്. സിജു, യു നെയിൽഡ് ഇറ്റ് മാൻ. ജോമോൻ ജ്യോതിറിന്റെ മൂസയുടെ കോമഡി, അതാണ് പടത്തിന്റെ ബ്യൂട്ടി. ഇപ്പൊ ചില കൗണ്ടറുകളൊക്കെ തിയേറ്ററിൽ ഭയങ്കര ഓളമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ജോമോന്റേത്. പുള്ളിയോടൊപ്പം തന്നെ പുള്ളിയുടെ അച്ഛനായിട്ട് നോബി കൂടി വരുമ്പോൾ അതൊരു പൊളി കോംബോ ആയിട്ട് മാറുകയാണ്. പേര് കൊണ്ട് കോമഡി സൃഷ്ടിക്കുന്ന അനുരാജ് ഓബിയുടെ അബ്ദുൽ കലാം, അതുപോലെ അൻഷിദ് അവതരിപ്പിച്ച വിവേക് ആനന്ദും ഒരുപാട് ചിരി സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇവരുടെ രംഗങ്ങൾ നെഞ്ചിൽ തറയ്ക്കുന്നുമുണ്ട്. അത് പറഞ്ഞപ്പോഴേ ഇതിലെ കോമഡിക്കൊപ്പം തന്നെ ഇതിന്റെ ഇമോഷണൽ സീൻസ് ആണ് ഈ പടത്തെ ഇത്രയും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആക്കിയത്. വല്ലാതെ നോവിച്ചു കേട്ടോ. അതിനകത്തെ ബന്ധങ്ങളുടെ ആ ഒരു കണക്ഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിലെ അച്ഛന്മാര്, കോട്ടയം നസീർ ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, അസീസ്, നോബി, പിന്നെ ജിബിൻ ഗോപിനാഥ്, അരുൺ സോൾ, അങ്ങനെയാണ് അവരുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അച്ഛന്മാരെ 6 പേരും അതിഗംഭീര പെർഫോമൻസ് ആണ്. ഇവരുടെ ചില ഇമോഷണൽ രംഗങ്ങൾ സെക്കൻഡ് ഹാഫിൽ നമ്മളെ വല്ലാതെ ഉലച്ചു കളയുന്നുണ്ട്. സീരിയസ് ചെയ്ത് തുടങ്ങിയ പിന്നെ കോട്ടയം നസീർ ഏട്ടനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ഈ പടത്തിൽ അച്ഛനായിട്ട് വന്നിട്ട്. അപ്പം അച്ഛൻ മകൻ ഒരു കോൺഫ്രണ്ടേഷൻ ഭാഗം സിനിമയിലുണ്ട്. പേഴ്സണലി എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല, അത് വല്ലാത്തൊരു സീനായിരുന്നു. എനിക്കതിനെക്കുറിച്ച് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ ഒരു പോർഷൻ, ഇപ്പം ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ വാഗ്വാദങ്ങളും തർക്കങ്ങളൊക്കെ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ അച്ഛൻ 2021 മരിച്ചു പോയതാണ്, അമ്മ അതിനേക്കാൾ മുമ്പ് 2015. സോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ ഹേർട്ട് ആവുകയും ചെയ്തു. ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ നന്നായിട്ട് അത്യാവശ്യം പഠിക്കുന്ന ഒരാളായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛൻ വിചാരിച്ചതുപോലെ ഒരു ഹൈറ്റ്സിലൊന്നും അദ്ദേഹം മരിക്കും വരെ എത്താൻ പറ്റിയില്ല. സോ ആ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്നു ഈ പടം കണ്ടപ്പോൾ, ആ ഒരു സീൻ കണ്ടപ്പോൾ. അതും ആ ഒരു അച്ഛൻ ക്യാരക്ടറിൽ നസീർ ഏട്ടൻ, അദ്ദേഹം എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. കൊച്ചിലെ എന്നെ ചില കോമ്പറ്റീഷൻസിലൊക്കെ ഡ്രോയിങ് പഠിപ്പിച്ച ആളാണ്, എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാണ്. സോ ആ മൊത്തത്തിൽ ആ ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി, റിലേറ്റ് ചെയ്യാൻ പറ്റി. നസീർ ഏട്ടൻ്റെയും അതുപോലെ അമിത്തിൻ്റെയും 2 ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിക്കൊണ്ടു. അതുപോലെ തന്നെയാണ് ജഗദീഷ് ഏട്ടൻ്റെ ഒരു ഡയലോഗുള്ള ഒരു സീനുണ്ട്, കൊച്ചിനെ ഇങ്ങനെ തോളത്തിലെടുത്തി
എൻ്റെ അമ്മോ എന്തുവാ അതൊക്കെ. നമ്മുടെ സാഫ് ബോയിലെ സാഫ്വാൻ, മൂത്ത പയ്യൻ, പുള്ളിയുടെ വേറൊരു മുഖം പടത്തിൽ കാണാൻ പറ്റും, സീരിയസ് ആയിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടനെ പോലുള്ള ഒരു ലെജൻഡ് ആക്ടറിനോടൊപ്പം റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. ആ സീനിലൊക്കെ മോനെ നിപ്പൊളിച്ചിട്ടുണ്ട്. നോബിയൊക്കെ എന്നെ റേഞ്ച് ഉള്ളൊരു നടനാണ്, നന്നായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് നല്ല കോമഡിയും അതോടൊപ്പം തന്നെ സീരിയസ് ആയിട്ടുള്ള ചില സീൻസും ഒക്കെ എന്ത് ഭംഗിയായിട്ടാണ് നോബി ചെയ്തു വെച്ചേക്കുന്നത്. കോളേജ് പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്ന രംഗം, ബൈക്ക് കൊടുത്തു വിടുന്നത്, അതുപോലെ കുടുംബത്തിലെ അച്ഛനോട് സംസാരിക്കുന്ന, അതൊക്കെ സച്ച് എ ലവബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അച്ഛൻ. അതുപോലെ തന്നെ അസീസ് നെടുമങ്ങാടിന്റെ ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും കിടലൻ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ആ ഇമോഷണൽ സീൻ, ബന്ധുക്കളെ കോൺഫ്രണ്ട് ചെയ്യുന്ന സീൻ, അതൊക്കെ നിങ്ങൾ കണ്ടു തന്നെ അറിയാം. പിന്നെ അൻഷിദിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ജിബിൻ ഗോപിനാഥിന്റെ അദ്ദേഹത്തിന്റെ ഒരു ബാങ്ക് സീനുണ്ട്, അത് പൊളിയാണ്. അതുപോലെ അരുൺ സോളിന്റെ ഒരു മാസ് ഡയലോഗും. സോ എല്ലാ അച്ഛന്മാരും ഈ പടത്തിലെ പൊളിയാണ് കേട്ടോ. ബേസിക്കലി അച്ഛൻ പാസം എന്നൊക്കെ പറയാം, പക്ഷേ അച്ഛൻ അമ്മ പാസം അതല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ ഉലക്കുക. ഹാഷിർ, അജിൻ ജോയ്, വിനായക്, അലൻ സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമയിലേക്ക് കയറിയ അടുത്ത ഗ്രൂപ്പ് ഓഫ് കിടിലൻ പിള്ളേരാണ്. ഇവർക്ക് തിയേറ്ററിൽ കിട്ടിയ കയ്യടിയും കൂക്കുവിളിയും എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്ന ഒരു ആരവമാണ് പിള്ളേർക്ക് തിയേറ്ററിൽ കിട്ടിയിട്ടുള്ളത്. അജാതി നാച്ചുറൽ പെർഫോമൻസ് ആയിരുന്നു. പൊന്നുമക്കളെ നിങ്ങൾ പൊളിച്ചിട്ടുണ്ട്. സിനിമയിൽ നല്ല ഭാവി നിങ്ങൾക്കുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. ബൈ ഇതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. OTT കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോൾ ഒരു ഹാളിൽ ഫുൾ ഓഫ് ആൾക്കാർ ആരവത്തോടെയും ബഹളത്തോടെയും അതിനിടയിൽ ഇത്തരത്തിലുള്ള കോമഡി പടം കാണുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഒരു OTTയും സമ്മാനിക്കില്ല, അല്ലെങ്കിൽ ഒരു TV-യിൽ നിങ്ങൾക്ക് കിട്ടില്ല. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പല ചിരികളും ചിലപ്പോൾ ചിരി വരില്ല, അതങ്ങനെയാണ്. ഒരു ക്യാമിയോ റോള് കൂടിയുണ്ട്. കഷി പൊളിയായിരുന്നു, ആരാന്ന് ഞാൻ പറയുന്നില്ല. അച്ഛന്മാരോട് പറയുന്ന ആ ഒരു സീനൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ. പെൺവേഷങ്ങളിൽ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച മായ എന്ന് പറയുന്ന കഥാപാത്രം ഒരു നോർമൽ ക്ലാസ്മേറ്റ് റോളിൽ നിന്ന് നമ്മളൊരു സൈഡ് റോളാന്ന് വിചാരിക്കും, അതിൽ നിന്നും ആ കഥാപാത്രത്തിന്റെ ആ ഒരു വളർച്ച ഭയങ്കര രസമായിരുന്നു. എന്താ പറയാ, നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു ഹോസ്പിറ്റൽ സീനിൽ അതൊക്കെ ഭയങ്കര ഗംഭീരമാണ്. അവിടെ പുള്ളിക്കാരുടെ കൂടെ അഭിനയിച്ച അച്ഛൻ്റെ വേഷത്തിൽ നിന്ന് നടൻ, എനിക്ക് പേരറിയില്ല, പുള്ളിയുടെ കാര്യം എടുത്ത് തന്നെ പറയണം. ശ്രുതി മണികണ്ഠൻ അവതരിപ്പിച്ച ഡെയ്സിയും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ മൂസയുടെ അമ്മയായിട്ട് വന്ന നടി, എനിക്ക് പുള്ളിക്കാരുടെയും പേരറിയില്ല കേട്ടോ. പുള്ളിക്കാർ ഒറ്റ ഡയലോഗ് കൊണ്ട് തിയേറ്ററിൽ ഫുള്ള് കയ്യടി വാങ്ങിച്ചിട്ടുണ്ട്. ബൈ ഇതൊക്കെ തിയേറ്ററിൽ അനുഭവിക്കാൻ പറ്റും, OTT-യിൽ കിട്ടില്ല കേട്ടോ. സ്മിനു സിജോ ഉൾപ്പെടെയുള്ള വാഴകൾക്ക് വളം വെച്ച് നൽകിയ സ്നേഹനിധിമാരായ അമ്മമാരും പടത്തിന്റെ നെടുന്തൂണുകളാണെന്ന് പറയണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ വല്ലാതെ ഇടപെടുന്ന ബന്ധുക്കൾ, അയൽവക്കക്കാര്, ചേട്ടന്മാര്, ആന്റിമാര്, അങ്കിൾമാര്, ഇവർക്കൊക്കെ നല്ലൊരു പണി പടത്തി കൊടുത്തിട്ടുണ്ട്. അത് പൊളിയായിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൈയടിക്കാനുള്ള 1-2 സീനുകളല്ല, അത്തരത്തിൽ പടം ഫുള്ള് കൈയടി സീൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. അങ്കിത് മേനോന്റെ മ്യൂസിക്കും ടീമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതില്ലെങ്കിൽ ഈ പടത്തിന് പൂർണ്ണത വരില്ല. വാഴകളുടെ പച്ചയായ ജീവിതം കളർഫുൾ ആയിട്ട് കാണിച്ച അരവിന്ദ് പുതുശ്ശേരിയുടെ DOPയും അതുപോലെ കണ്ണൻ മോഹന്റെ കട്ട്സും എടുത്തു തന്നെ പറയണം. ആൻഡ് വിപിൻ ദാസ്, നിങ്ങൾ ആധുനിക കാല ശ്രീനിവാസനോ അല്ലെങ്കിൽ സത്യനന്ദിക്കാടോ പ്രിയദർശനോ ഒക്കെയാണ്. നല്ല എഴുത്താണ് നിങ്ങളുടേത്. അതുപോലെ തന്നെ ആനന്ദ് മേനോൻ, ഹാറ്റ്സ് ഓഫ്. ആൻഡ് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലൊരു സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനും. സോ അനദർ ഫൈനസ്റ്റ് മൂവി ഓഫ് ദ ഇയർ. ഒരു നെഗറ്റീവ് എനിക്ക് ഈ പടത്തെക്കുറിച്ച് പറയാനില്ല. പൂർണ്ണ സംതൃപ്തി നൽകിയ ഒരു സിനിമയാണ്. ഇതിനെയും കുറെ ആൾക്കാർ ചിലപ്പോൾ പറയാനുള്ള സാധ്യത ആണുങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയെ ഗ്ലോറിഫൈ ചെയ്ത പടമാണെന്ന് ചിലപ്പോൾ പറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ഒരാളുടെയും ലൈഫ് സിമ്പിൾ അല്ല. ഒരാളുടെയും ലൈഫ് മറ്റൊരാൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. ഈ പടം ഒരു വലിയ വിജയമാകുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇത് OTT-ൽ വരുമ്പോൾ തിയേറ്ററിൽ കാണാത്ത ഒരുപാട് ആൾക്കാർ ഇതെന്ത് വാഴപ്പടമാണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതെ, സത്യമാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടെ ഒരുപാട് വാഴകളുടെ പടം. അപ്പോൾ ശരിയെന്നാ.